യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ കേട്ടത്. ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. 2-ാം വാക്യം, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അത് നമ്മളോട് പറയുന്നത്, യാക്കോബ് നമ്മളോട് ആവശ്യപ്പെടുന്നത്, നമ്മള് വിവിധ ശോധനകളിൽ കൂടെ കടന്നു പോകും. പരീക്ഷകൾ എന്ന് പറയുന്നതിനേക്കാൾ കുറെ കൂടെ ശരിയായിട്ടുള്ളത് വിവിധ ശോധനകളിൽ നമ്മളെ കർത്താവ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളെ ആ ശോധനകളിൽ കൂടെ കടത്തിവിടുമ്പോ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് ആ സ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശോധനകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ സ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് വേണം? ഈ പരിശോധനകളെ നമ്മൾ ഏറ്റവും സന്തോഷമായിട്ട് എണ്ണണം. നമുക്കത് ഒരിക്കലും മനുഷ്യർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഏതാ? ഈ ശോധന ഇഷ്ടമില്ലാത്തവരാണ് മനുഷ്യര്. പക്ഷെ നമ്മളോട് യാക്കോബ് പറയുന്നത് അത് ഏറ്റവും സന്തോഷമായിട്ട് നമ്മൾ എടുക്കണം. നിങ്ങൾക്ക് അത് സന്തോഷമാകത്തില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പോസ്തലൻ യാക്കോബ് എങ്ങനെ പറയുന്നത്, അത് സന്തോഷമായിട്ട് എടുക്കണം. നമുക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ, ഇഷ്ടമുണ്ടോ അത് സന്തോഷമായിട്ട് എടുക്കാൻ? ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഏതാ? ഒരു പ്രശ്നം വരുന്നത്, ഒരു പ്രോബ്ലം വരുന്നത്, ഒരു പരിശോധന വരുന്നത് ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന പ്രബോധനം എന്താണ്? അത് സ്ഥിരത ഉളവാക്കും എന്നുള്ളത് കൊണ്ട് അത് ഏറ്റവും സന്തോഷമായിട്ട് നമ്മൾ എടുക്കുക. അതെന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടത്. ആ ശോധന എന്തിനാണ് ഈ ശോധന ഉണ്ടായിരിക്കുന്നത്? ഈ പ്രയാസം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്തിനാണ്? ഒന്നാമത് ആ ശോധന കർത്താവ് ഒരുക്കിയതാണ് എന്നുള്ളത് നമ്മൾ അറിയുക. അപ്പോഴേ അതിനെ ഒരു സന്തോഷത്തോടെ എടുക്കാൻ പറ്റത്തുള്ളൂ. അവിടെ നമ്മളെ തികഞ്ഞവര് പല വിധത്തില് കുറവുള്ളവരാണ് നമ്മുടെ ജീവിതത്തില്. പക്ഷെ അവിടെ നമ്മളെ തികഞ്ഞവരാക്കാൻ, പിന്നെ രണ്ടാമത് സമ്പൂർണരാക്കാൻ. ഇത് അങ്ങനെയുള്ളൊരു പ്രവൃത്തി കർത്താവ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ, ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്യാതെ കർത്താവ് പറയുന്ന കാര്യങ്ങളെല്ലാം അല്പം പോലും ഉപേക്ഷിക്കാതെ ഞാൻ വളരെ ട്രൈ ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴും ഈ കാര്യം ഉണ്ടായല്ലോ എന്ന് വിചാരിച്ച് ക്ഷീണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത് സ്ഥിരതയ്ക്കും കുറവില്ലാത്തവരും തികഞ്ഞവരുമായി സമ്പൂർണരുമായി തീരുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ ജീവിതത്തില് അത് നമുക്ക് സന്തോഷമല്ലേ? അത് നമുക്ക് സന്തോഷമാണ്. പക്ഷേ ഇതിൽ കൂടെ കടന്നു പോകുമ്പോ അയ്യോ, ഈ ഒരു ശോധനയെ കൂടെ കടന്നു പോകുമ്പോ അയ്യോ, ഇത് വേണ്ടായിരുന്നു.
നമ്മള് സന്തോഷിക്കേണ്ട സമയത്ത് ഇത് വേണ്ടായിരുന്നു, ദുഃഖിക്കേണ്ടി വരുന്നു. നമുക്ക് ഓരോ ശോധനയും, നമ്മളുടെ ജീവിതത്തിലെ ഓരോ ശോധനയും, അത് ചിലത് വളരെ കഠിനമായിട്ടുള്ള ശോധനയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കഠിന ശോധനകളുണ്ട്. അതും നമ്മളെ ക്രിസ്തീയ ജീവിതത്തിൽ സ്ഥിരത ഉണ്ടാകാൻ വേണ്ടിയിട്ട് കർത്താവ് അനുവദിക്കുന്നതാണെന്ന് നമുക്ക് എടുക്കാൻ കഴിയുമോ? നമുക്ക് പ്രാക്ടിക്കലായിട്ട് അത് എടുക്കാൻ ആർക്കും ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത് അത് സന്തോഷം ആയിട്ട് നമ്മൾ എടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങള് 10 വയസ്സ് 12 വയസ്സ് ഉള്ള കുഞ്ഞുങ്ങള്, അവർക്ക് ഒരു നല്ല പനി വരുമ്പോഴ്, നല്ല പനി, മരുന്ന് കഴിക്കാതെ ആ പനി മാറത്തില്ല എന്നുള്ളത് കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങിച്ച് കൊടുക്കുമ്പോ, ആ ആ ആ മരുന്ന് ആ കുഞ്ഞിന് കൊടുക്കുമ്പോ എന്ത് പാടുപെട്ട ആ മരുന്ന് കഴിപ്പിക്കാൻ, എന്ത് പാടുപെടുന്നുണ്ട് ആ പേരൻസ്. അത് വയലോട്ട് ഒഴിക്കുമ്പോഴത്തേനും തുപ്പുക. 10 വയസ്സുള്ളതാണെന്ന് വിചാരിക്കണം. 2 വയസ്സോ 3 വയസ്സോ ആണെ ഈ കവളെ പിടിച്ച് ഒഴിച്ചു കൊടുത്തേച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് ഇറക്കി പോകും. അത് ഇവിടെ ചെയ്യാം. അങ്ങനെ പറ്റത്തില്ല. ഈ 10 വയസ്സുള്ള കുഞ്ഞിനെ, 12 വയസ്സുള്ള കുഞ്ഞിനെ അത് പറ്റത്തില്ല. മാതാപിതാക്കൾക്ക് എന്ത് സങ്കടം ഉണ്ടാകും, അവര് ദുഃഖിക്കും. അതുപോലെയാണ് നമുക്ക് സ്ഥിരത ഉളവാകാൻ വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതത്തില്, ക്രിസ്തീയ ജീവിതത്തില് സ്ഥിരത ഉളവാകാൻ വേണ്ടിയിട്ട് കർത്താവ് ഒരു ശോധന തരുമ്പോ, ഒരു ശോധനയെ കൂടെ കടന്നു പോകേണ്ടി വരുമ്പോ, നമ്മള് പിറുപിറുപ്പുകാരായി കഴിഞ്ഞാൽ കർത്താവിനത് ദുഃഖമാണ്, സങ്കടമാണ്. ആ സങ്കടം, കർത്താവിന് സങ്കടം വരാൻ ഇടയാകാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതം നയിക്കേണ്ട, നമ്മളെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, പൂർണ്ണതയുള്ളവരാക്കാൻ വേണ്ടിയിട്ട് കർത്താവ് തരുന്ന ബാലശിക്ഷ, അതിന് ആ ഒരു വാക്കായിരിക്കും കുറെ കൂടെ നല്ലത്. ശിക്ഷകളാണ്, ബാലശിക്ഷ എന്ന് നമ്മൾ എടുക്കണം. എന്ന് നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് അതിൽ കൂടെ കടന്നു പോകുന്നതിന് സങ്കടമില്ലാത്തവരായിരിക്കും. ശരിയാ, ശരിയാ. പക്ഷേ ഇത് കർത്താവ് എന്നെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നതാണ് എന്ന് ഉള്ള ഓർമ്മ, എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ അതിനെ ഫേസ് ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കട്ടെ. അവിടെ പിറുപിറുപ്പിന്റെ ഒരു അവസ്ഥയല്ല നമുക്കുണ്ടാകേണ്ടത്. ഒരു ക്രിസ്ത്യാനിക്ക് പിറുപിറുപ്പ് പറഞ്ഞിട്ടില്ല. പിറുപിറുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ പിറുപിറുപ്പ് അവന് പറഞ്ഞിട്ടില്ല. സന്തോഷത്തോടെ ഇത് കർത്താവിൽ നിന്ന് വരുന്നതാണ്, എന്നെ പൂർണ്ണനാക്കാൻ വേണ്ടിയിട്ട്, എന്റെ കുറവുകളെ തീർക്കാൻ വേണ്ടിയിട്ട് കർത്താവ് അളന്ന് തൂക്കി അയച്ചിരിക്കുന്നതാണ്. അതാണ് എപ്പോഴും കലഹിക്കുന്ന അയൽക്കാരൻ, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ മക്കള്. അവിടെ നമുക്ക് കർത്താവിന്റെ സ്നേഹം നമുക്ക് കാണണം. കണ്ടിട്ട് എന്നെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കർത്താവ് തന്നിരിക്കുന്ന ഒരു കാര്യമാണല്ലോ എന്നുള്ളത് കൊണ്ട് അശേഷം സന്തോഷമായിട്ട് നമുക്ക് എന്താണ് ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുക. ഇത് ഒരു പ്രയാസമുള്ള കാര്യമായിട്ട് നിങ്ങൾ ആർക്കും തോന്നരുത്. ശരിയാ, എപ്പോഴും എപ്പോഴും എപ്പോഴും
ഓ, ഇത് ഈ എന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ എന്താ, എന്റെ ജീവിതത്തിൽ മാത്രം എന്താ എന്നുള്ള ഒരു ചിന്തയല്ല ഇവിടെ ഉണ്ടാകേണ്ടത്. അയ്യോ കർത്താവെ, എന്നെ പൂർണ്ണനാക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് അളന്ന് തൂക്കി തന്നിരിക്കുന്ന ഒരു ശോധനയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അതിനെ ആ രീതി ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആ ജീവിതം വളരെ വളരെ സന്തോഷപൂർണമായിരിക്കും. ആ സന്തോഷപൂർണമായ ഒരു ജീവിതം നയിക്കാനായിട്ട് കർത്താവ് നമ്മളെ ഓരോരുത്തർക്കും ഇടയാക്കട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ എൻകറേജിങ് ആയിട്ടുള്ള ദൈവവചനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ സഹോദരന്മാരിൽ നിന്നും. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ മെസ്സേജിന്റെ കീ വേർഡ് യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങളാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയും അത് സ്ഥിരത ഉളവാക്കുന്നു. അതുകൊണ്ട് നമ്മൾ സ്ഥിരത ഉളവാക്കുന്നത് അറിഞ്ഞ് നാം സന്തോഷമെന്ന് എണ്ണുവിൻ. അതിൻ്റെ എൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരും ആക്കി തീർക്കും. അതുകൊണ്ട് സ്ഥിരതയ്ക്ക് വേണ്ട പ്രവൃത്തി നമ്മളിൽ നിന്ന് എപ്പോഴും ഉണ്ടാകട്ടെ എന്നുള്ളതാണ് ഇന്നത്തെ പ്രബോധനം. ഇതിനുള്ള ബന്ധത്തിൽ വിശ്വാസത്തിന്റെ ട്രയൽസ് ആൻഡ് ടെംപ്ടേഷൻസ് ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുമ്പം നമുക്കറിയാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2:20 നമ്മൾ വായിക്കുന്നത്, ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. വീണ്ടും ജനിച്ച് മനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മൾ വിശ്വാസത്തിൽ ജീവിക്കുമ്പം ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഞാൻ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടു, ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസ ജീവിതം. ഓരോ വിശ്വാസിയുടെയും വിശ്വാസ ജീവിതമാണ്. പക്ഷേ ഈ വിശ്വാസം നമ്മുടെ ചിന്തകളിൽ മാത്രം നിൽക്കുന്നതാണോ? നമ്മുടെ സങ്കല്പങ്ങളിൽ മാത്രമാണോ ഈ വിശ്വാസം? ഇന്ന് പരീക്ഷിച്ച് നമ്മളെ തന്നെ അറിയിക്കേണ്ടത്. കാരണം നമ്മുടെ ജീവിതം ക്രമേണ ഗ്രാജുവലായിട്ട് വളർന്നു നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരുന്നൊരു അനുഭവമാണ്. അപ്പോൾ ഇത് പരീക്ഷിച്ച് ഈ വിശ്വാസം ക്രിസ്തു തന്നെയാണോ എന്നിൽ വസിക്കുന്നത്, എന്നിൽ ജീവിക്കുന്നത് എന്നറിയാൻ പരീക്ഷകളും പരിശോധനകളും, നമ്മൾ ഉള്ളിൽ നിന്നുള്ള ടെംപ്ടേഷൻസും ബ്രദർ പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ള പരീക്ഷകളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഓരോ പരീക്ഷകളിൽ നമുക്ക് പലതരത്തിലുള്ള മാർക്കുകളായിരിക്കും ലഭിക്കുന്നത്. ചില പരീക്ഷകളിലൊക്കെ നമ്മൾ ഫെയിലിയർ ആയിപ്പോകും. എൻ്റെ ജീവിതത്തിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പല കാര്യങ്ങളും സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നോക്കുമ്പം സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറുന്ന ഒരു അനുഭവം, ഒരു കപടത്തിന് ഹിപ്പോക്രസിയുടെ അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് കാണാനായിട്ട് ഇടയായി. ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ പെരുമാറുകയാണ്. ആക്ച്വലി ഉള്ളിൽ നിന്ന് വരുന്നതല്ല, ക്രിസ്തു അല്ല ജീവിക്കുന്നത്. അത് ആ സാഹചര്യത്തിനനുസരിച്ച് ഒരു വിശ്വാസ സമൂഹത്തിൽ വരുമ്പോൾ വിശ്വാസിയെ പോലെ പെരുമാറുക. നമ്മുടെ ബന്ധുക്കളുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവരുടെ രീതിയിൽ പെരുമാറുക. മറ്റൊരു സാഹചര്യങ്ങൾ വരുമ്പോൾ അതുപോലെ പെരുമാറുക. നമ്മൾ വിശ്വാസത്തിൻ്റെ ഒരു വേഷമെടുത്ത്, ഭക്തിയുടെ ഒരു വേഷമെടുത്ത് മറ്റുള്ളവരുടെ ഒരു അപ്രീസിയേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതുപോലെ പെരുമാറുന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാനിടയായി. അപ്പോൾ അത് കണ്ടപ്പോൾ അത് വിശ്വാസത്തിന്റെ പരിശോധനയായിരുന്നു ആക്ച്വലി. അത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഫെയിലിയർ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഒത്തിരി അങ്ങ് താണുപോയി. ഞാൻ വളരെ അങ്ങ് നിരാശപ്പെട്ട് ശരിക്കും വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പോലും സംശയം വരുന്ന അവസ്ഥ ഉണ്ടായി. അപ്പം ദൈവം എന്നോട് അന്ന് രാത്രി സംസാരിച്ച ആ വചനം ഞാൻ വായിച്ചു. ഡയനയെടുത്ത് ഞാൻ പറഞ്ഞു, ഞാനിന്ന് രാത്രി തനിച്ചൊരു മുറി കിടക്കുകയാണ്, കാരണം എനിക്ക് വചനം വായിച്ച് പ്രാർത്ഥിക്കുകയും വേണം. അങ്ങനെ കിടന്നപ്പോൾ രാത്രി ഞാൻ വചനം വായിച്ചപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചത് പാപം പെരുകിയെടുത്ത് കൃപയും പെരുകി എന്നുള്ളതാണ്. അതായത് പാപത്തിന്റെ അനുഭവം, നമ്മുടെ ജീവിതത്തിന്റെ ആ കുറവുകൾ, പാപം പെരുക എന്ന് പറഞ്ഞാൽ ഒത്തിരി പാപം ചെയ്യുക എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിലുള്ള കുറവിന്റെ ആ പെരുപ്പം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയും നമ്മുടെ ജീവിതത്തിൽ പെരുകുന്നുണ്ട്. നമ്മൾ നിരാശപ്പെട്ടു പോകുന്നതിന് വേണ്ടിയിട്ടല്ല ദൈവം നമ്മളോട് ആ സമയത്ത് സംസാരിക്കുക, ഞാൻ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ രക്തം കൊടുത്ത് ഞാൻ തന്നെ വിലയ്ക്ക് വാങ്ങി. ഈ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്, ഒരു കപടത്തിന്റെ ഒരു അവസ്ഥയുണ്ട്, വിശ്വാസമില്ലാത്തതിന്റെ ഒരു അവസ്ഥയുണ്ട്. നമ്മളുടെ ആ വിശ്വാസം ശരിയായ രീതിയിലുള്ള വിശ്വാസമല്ല എന്നൊക്കെ ദൈവം നമ്മൾ കാണിച്ചു തരാൻ വേണ്ടി ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ
നമ്മൾ നിരാശപ്പെട്ടു പോകാതെ, അതാണ് പറയുന്നത്, ഇത് നിങ്ങൾ സന്തോഷിക്കാനാണ് പറയുന്നത്, നിരാശപ്പെട്ടു പോകാതെ നമ്മളെ ആ സത്യവിശ്വാസത്തിലേക്ക്, ദൈവത്തിനുള്ള യഥാർത്ഥമായ വിശ്വാസത്തിന്റെ സ്നേഹത്തെ വളർത്തിക്കൊണ്ട് വരുവാൻ ദൈവം ഉണ്ട് എൻ്റെ കൂടെ എപ്പോഴും. ദൈവം എന്നെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. യേശുവിന്റെ രക്തം കൂടെ തന്നെ വിലയ്ക്ക് വാങ്ങിയതാണ്. അവനെ ഒരു നാളും കൈവിടുകയില്ല എന്നുള്ള ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരുവാനായിട്ട്, അതാണ് കൃപ പെരുകുന്നത്. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പെരുകുകയാണ്. പാപത്തിന് നിന്റെ മേൽ അധികാരമില്ല, ഞാൻ നിനക്ക് ജയം തരും എന്നുള്ള വിശ്വാസം, ആ കൃപ അധികം വളർന്നു വരുവാൻ എൻ്റെ ജീവിതത്തിൽ ഇടയായി. ഈ ഒരു വാക്യം വചനങ്ങൾ കേട്ടോണ്ടിരുന്നപ്പം ബുദ്ധോസ് എല്ലാം പറയുന്നത് കേട്ടപ്പോൾ അതാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ വന്നത്. ദൈവത്തിനെ സ്തുതിക്കുന്നു. കാരണം ഈ വിശ്വാസത്തിന്റെ പരിശോധന വരുമ്പോൾ നമ്മൾ പാപത്തിന്റെ കാര്യത്തിലായാലും, ചിലപ്പോൾ രോഗമായിരിക്കാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായ പ്രയാസങ്ങളായിരിക്കാം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളായിരിക്കാം, മറ്റുള്ളവരെ നമ്മളെ അംഗീകരിക്കാതെ പ്രശ്നങ്ങളായി, ഏതൊക്കെ തരത്തിലുള്ള പ്രയാസങ്ങൾ വന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഇവിടെ എല്ലാം ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ ഉണ്ട്. നമ്മളത് വീണു പോയാലും, ഫെയിലിയറായി പോയാലും, തോറ്റു പോയാലും നമ്മൾ പിൻവാങ്ങി പോകരുത്. ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം. കാരണം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ആരെയും വിശ്വസിച്ചിരിക്കുന്നു, നമ്മളെ കർത്താവ് യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന് എഴുതിയിട്ടുണ്ട്, മരണത്തിന് അവനെ പിടിച്ചു വെക്കുവാൻ അസാധ്യമായിരുന്നു. കർത്താവ് കലക്രൂശിൽ മരിച്ചു, പക്ഷെ മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ അസാധ്യമായിരുന്നു. അങ്ങനെയുള്ള കർത്താവാണ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. ആ മരണത്തിന് പിടിച്ചു വെക്കുവാൻ അസാധ്യമായ കർത്താവ്, ആ കർത്താവിലായിരിക്കണം നമ്മുടെ വിശ്വാസം. എബ്രായർക്കെഴുതിയ ലേഖനത്തിലാണെന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നത്, നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരം അത് ക്രിസ്തുവിലാണ് ഇരിക്കുന്നത്. എപ്പോഴും നമ്മൾ പരീക്ഷകൾ, പ്രയാസങ്ങൾ വരുമ്പം, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, പാപങ്ങൾ വരുമ്പം, പരിശോധനകൾ തോറ്റുപോകുമ്പോൾ നമ്മുടെ ആശ്രയം വീണ്ടും, നമ്മുടെ നങ്കൂരം വീണ്ടും ക്രിസ്തുവിൽ തന്നെ ആയിരിക്കണം. നമ്മൾ യേശു ക്രിസ്തുവിൽ നിന്ന് ഒരിക്കലും മാറി വിട്ടുപോകരുത്. തിരിച്ച് ക്രിസ്തുവിൽ തന്നെ നമ്മൾ വന്ന് അവിടെ തന്നെ ഉറച്ച് ജീവിക്കണം. കാരണം കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു പ്രത്യാശയോടുകൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആ പ്രവർത്തികളെല്ലാം പൂർത്തീകരിക്കും. നമ്മൾ എത്ര കുറവുള്ളവരാണെങ്കിലും, എത്ര പ്രയാസമുള്ളവരാണെങ്കിലും, എത്ര താഴ്ന്നിരിക്കുന്നവരാണെങ്കിലും, ബ്രദർ പറഞ്ഞതുപോലെ നമ്മളെ പുതിയൊരു വിശ്വാസിയാണെങ്കിലും ദൈവം നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തി ദൈവം പൂർണ്ണമായിട്ടും ചെയ്യും, നിശ്ചയമായിട്ടും ചെയ്യും. ആ വിശ്വാസത്തിന്റെ സ്ഥിരത നമ്മുടെ ജീവിതത്തിൽ ഉളവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പരീക്ഷകളും പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അത് വരുമ്പം നിരാശപ്പെട്ട് പോകുന്നെങ്കിലും നമ്മുടെ സന്തോഷമൊന്ന് എണ്ണണം. കാരണം അത് പറഞ്ഞ നമ്മൾ തന്നിരിക്കുന്ന വെളിച്ചം നമ്മളിൽ പൂർണ്ണമാക്കാനാണ് ദൈവത്തിന്റെ ആഗ്രഹം. അത് ദൈവം ചെയ്തുകൊണ്ടേയിരിക്കും. ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ നിന്ന് ആശ്വാസത്തിന്റെ വചനം കേട്ടോണ്ടിരിക്കുവായിരുന്നല്ലോ. ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ കേട്ടപോലെ നമുക്കൊരു പരീക്ഷയുണ്ട്, അതിനുശേഷം റിസൾട്ടും ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് പലപ്പോഴും ദൈവം നമ്മളെ ഓരോ സാഹചര്യം കൂടെ കടത്തിക്കൊണ്ട് പോകുമ്പം നമ്മളെല്ലാം സഹോദരന്മാരെല്ലാം കേട്ട പോലെ നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ് അതിന്റെ പിന്നിലുണ്ട്. നമ്മൾ മലയാളത്തിൽ ഒരു പുസ്തകത്തിൽ ഒരു പാട്ടുണ്ട്. ഞാൻ ഒത്തിരി CSC വരുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ആ പാട്ടിന്റെ വരികളാണ് ശ്രദ്ധിച്ചത്. മാർഗേ വരും ശോധനകൾ ഓരോന്നും തിട്ടമായി തൂക്കി നോക്കുന്നുണ്ട് താതൻ, നാം വീണുപോകായവൻ. കർത്താവ് ഓരോ പരീക്ഷകൾ അനുവദിക്കുന്ന സമയത്ത് ഗോഡ് ഈസ് ബിഹൈൻഡ്, ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, ഈസ് നോട്ട് ഫാർ. ദൈവം അങ്ങനെ ഒരു പരീക്ഷ തന്നിട്ട് നമ്മുടെ ആളുകളെ, നമ്മള് സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ ഒരു മനുഷ്യനെ തള്ളുവാൻ തക്കവണ്ണം അവനെ തള്ളിയിട്ടു എന്ന് പറയുന്ന പോലെ ഒരു ആളല്ല ദൈവം. നമ്മളെ ഓരോ പരീക്ഷകളിലൂടെ നമ്മൾ കടക്കുമ്പോഴും ദൈവം നമ്മളെ കുറിച്ച് കേട്ട പോലെ ടു മേക്ക് us പെർഫെക്റ്റ്, നമ്മള് ഇന്നത്തെക്കാൾ ഒരുപാട് നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അവന് ഇന്ന് ചെയ്യുന്നതിനേക്കാളും മെച്ചമായ നാളെ ആകണമെന്ന് ഈ ലോകത്തിലൊരു പിതാവ് ആഗ്രഹിക്കുമ്പോൾ സ്വർഗസ്വനായ പിതാവ് എത്രയധികമായിട്ട് അവൻ നാളെ എന്നെ പോലെ ആകണമെന്ന്, അല്ല എന്നെക്കാളും വലുതായിട്ട് ആകണമെന്ന് നമ്മൾ ഈ ലോകത്തിലെ പിതാവ് ആഗ്രഹിക്കുന്ന പോലെ, നമ്മൾ അതിന് കേട്ട പോലെ ടു മേക്ക് us പെർഫെക്റ്റ്, യേശുവിനെ പോലെ നമ്മളെ ആക്കി തീർക്കാന്നുള്ള ഒരു പദ്ധതിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എന്നാൽ അതിന് യേശു കടന്നുപോയ പോലെ ഈ പരീക്ഷകളിലൂടെ കടന്നുപോയേ മതിയാവും. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ഫസ്റ്റ് പീറ്ററിൽ ഒരു വാക്യം, 1 പത്രോസിൽ ഒരു വാക്യം ഇങ്ങനെ വായിക്കുമായിരുന്നു. അതിന്റെ ശ്രദ്ധിച്ചപ്പോ 1 പത്രോസ് അതിന്റെ 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പം അതിന്റെ മലയാളത്തിൽ തന്നെ 4-ാമത്തെ വാക്യമാണ്, വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി. ഇംഗ്ലീഷിൽ ഹു ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദ പവർ ഓഫ് ഗോഡ്. നമ്മളിലുള്ള വലിയ പ്രതീക്ഷ എന്താണ്? വി ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദ പവർ ഓഫ് ഗോഡ്. ദൈവം, ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളിലൂടെ, പല പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ
വി ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദ ഗോഡ്. അതിന്റെ താഴെ കുറച്ചുകൂടെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ദൈവം ഈ ഒരു കാര്യം നമുക്ക് വിശ്വസിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കും, കർത്താവ് എന്തുകൊണ്ട് എനിക്ക് മാത്രം, എന്തുകൊണ്ട് ഈ ഒരു കാര്യങ്ങളിലൂടെ ഞാൻ വീണ്ടും വീണ്ടും കടന്നു പോകുന്നു എന്ന് നമ്മൾ ചോദിക്കും. കർത്താവെ, ഗോഡ് ഹാസ് എ പെർഫെക്റ്റ് പ്ലാൻ. ദൈവത്തിന് നമ്മളെ പറ്റി ഒരു വലിയ പ്രതീക്ഷയും പ്രത്യാശയുണ്ട്. ഞാൻ അതിൽ ഉറച്ച് വിശ്വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അവന്റെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പം പുറപുറക്കാതെ ടു ടേക്ക് മീ ഒരു സ്റ്റെപ്പ്, എന്നെ കുറിച്ച് കൂടുതൽ ദൈവം എന്നെ കുറിച്ച് പ്രതീക്ഷിക്കുന്നു. അതിന് സഹോദരന്മാരൊക്കെ പറഞ്ഞ പോലെ കഷ്ടങ്ങൾ കടന്നു വരുമ്പം അതിന് ദൈവം ആവശ്യമുള്ള അതിലൂടെ കടന്നു പോകാനുള്ള ഒരു കൃപ നമുക്കുണ്ട് എന്ന താഴ്മയുടെ വഴിയിലാണ് കണ്ടെത്തുന്ന പ്രകാരം കണ്ടത് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം എന്നെ സഹായിക്കട്ടെ. ഞാനിങ്ങനെ ഒരു കാര്യം ഓർക്കാറ്, നമ്മൾ ഈ ചില സാധനങ്ങൾ ഇങ്ങനെ സൂം ചെയ്ത് വെക്കുമ്പോൾ അങ്ങനെ ഒത്തിരി സൂം ചെയ്ത് നോക്കി അവിടെ എന്താണ് സംഭവിക്കണേന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, വേറെ എന്തോ പോലെ തോന്നും. പക്ഷെ ഇങ്ങനെ സൂം ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി ഉള്ള പിക്ചർ മനസ്സിലാവും. ഞാൻ ഓർക്കുന്നത് എൻ്റെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ദൈവം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു സൂംഡ് പോർഷൻ മാത്രമാണെന്നുള്ളൂ, എന്താ സംഭവം നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മളെ ആത്യന്തികമായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഈ ആലപ്പുഴയിലും പിന്നെ ഇവിടെയൊക്കെ വരുമ്പോൾ കൂടുതൽ കേൾക്കുന്ന വാക്ക്, സാഹചര്യങ്ങൾ അവിടെയും പറയാറുള്ള ഒരു വാക്കാണ് ദൈവത്തിന്റെ പരമാധികാരം. അതിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഇവിടെ വരാൻ സാധിച്ചത് തീർച്ചയായിട്ടും 100% ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ള കാര്യങ്ങളായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാര്യം അതിന്റെ ഒരു ക്ലൈമാക്സ് പോലെ ഇന്ന് എന്തിനാണ് എന്നുള്ള കാര്യത്തിൽ കൺസിസ്റ്റന്റ് ആയിരിക്കണം വിശ്വാസത്തിൽ എന്നുള്ള കാര്യത്തിൽ ദൈവം എനിക്ക് ബോധ്യവും ഉറപ്പും തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ നമ്മുടെ സാക്മന്റെ ഒരു ബുക്ക് ഉണ്ട്, ഞാൻ കഴിഞ്ഞ സൺഡേ വേണ്ട അടുത്ത് പറഞ്ഞു, തോൽവിയിലെ ദൈവിക ലക്ഷ്യം. ആ ഒരു ബുക്ക്, അതിന്റെ ടൈറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഓർക്കാറുള്ള ഒരു ടൈറ്റില. അത് പലപ്പോഴും നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ ദൈവത്തിന്റെ അതിനകത്തൊരു ലക്ഷ്യമുണ്ടാവും പലപ്പോഴും പരാജയങ്ങൾ വരുമ്പോഴും. ഓക്കെ, പിന്നെ ഇന്ന് കേട്ടതിൽ വേറെ ജെയിംസിന്റെ ഹിസ്റ്ററി പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അത് എന്നെ ഒത്തിരി എൻകറേജ് ചെയ്തു. കാര്യം നമ്മൾ പലപ്പോഴും എനിക്ക് തോന്നിയത്, ഞാൻ ഈ ഓഗസ്റ്റില് 10-16 വർഷത്തോളം ഒക്കെ ആയി ബാപ്റ്റിസം ഒക്കെ എടുത്തിട്ട്, പക്ഷെ പലപ്പോഴും നിരാശയാണെങ്കിൽ ദൈവം എന്നെ അവിടെ ആ കാര്യത്തിൽ തന്നെ എനിക്കൊരു ബോധ്യം നൽകി. യാക്കോബിന്റെ ആ ഒരു കാര്യം എനിക്ക് പിന്നെയും ഒരു ഹോപ്പ് നൽകിയ വാക്യായിരുന്നു അത്. കഴിഞ്ഞ ആഴ്ചയൊക്കെ ആണെങ്കിലും ഈ ഉൽപ്പത്തി മുതലുള്ള അധ്യായങ്ങൾ ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വായിച്ചപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഓരോരുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ, സാറായുടെ ജീവിതത്തിലെടുത്താലും ജോസഫിന്റെ ജീവിതത്തിലെടുത്തു കഴിഞ്ഞാലും എല്ലാവരുടെയും ലൈഫിലും മറ്റുള്ളവർക്ക് ഇപ്പൊ റാഹേലിന്റെ കേസ്, എല്ലാവർക്കും മറ്റവർക്ക് ഒത്തിരി കുട്ടികളുണ്ടാകുന്നു, ഇവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ സാറായിക്ക് അങ്ങനെ. അപ്പോൾ അത് ദൈവത്തിന്റെ ഒരു പർപ്പസ്. അങ്ങനെയുള്ളവരെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നങ്ങളായിരിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ എന്നൊരു കമ്പനി മീറ്റിംഗിൽ നമ്മുടെ ജോയ്സ് ബേർ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന്റെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ പുറത്ത് നോക്കണ പോലെ ആയിരിക്കില്ല സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഓർക്കുക, നമ്മള് ഇടയ്ക്ക് ഇങ്ങനെ പറയാല്ലേ, വാളത്രേ വരുത്താനുള്ളെന്ന് പറഞ്ഞ് വേറെ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ നമ്മൾ എന്തിനാ ഇങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ട് ക്രിസ്ത്യൻസിലും യേശു ക്രിസ്തുവിലും മാത്രമേ ഉള്ളൂ രക്ഷ എന്ന് നിങ്ങൾ ഇങ്ങനെ പറയണേ എന്തിനാന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ നമ്മളൊരു എക്സ്ക്ലൂസിവിറ്റി എടുക്കും. അങ്ങനെയാണ് യേശുവിൽ മാത്രമേ ഉള്ളൂ രക്ഷ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പരാതി പറയാൻ പാടില്ല. പക്ഷെ ദൈവത്തിന്റെ മക്കളാണ് നമ്മളെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പർപ്പസ് അങ്ങനെയായിരിക്കും. ആ കാര്യത്തിലൊക്കെയും പ്രത്യേകിച്ച് ഇവിടെ വന്നത് എനിക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു. ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി അനുഗ്രഹമായിരുന്നു. ദൈവം പല കാര്യങ്ങളും എനിക്ക് ഒത്തിരി ബോധ്യം നൽകി. എന്റെ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും എന്റെ സെക്കൻഡറി കാര്യമായിട്ട് മാറി. എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അതില് ദൈവം എനിക്ക് ഒത്തിരി സമാധാനം. കഴിഞ്ഞ സൺഡേ ഈ പറഞ്ഞ പോലെ ഞാൻ എന്റെ കണ്ണാടിയിലേക്ക് നോക്കിയായിരുന്നു ഞാനോട് പറഞ്ഞിട്ട്, ഞാൻ വളരെ എന്താ ഇങ്ങനെ ഇരിക്കണേ എന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷെ ദൈവം അതിൽ നിന്നും എനിക്ക് ഈ ആഴ്ച പ്രത്യേക ദൈവം എന്നെ ഒത്തിരി വിടുവിച്ചു. ആ കാര്യത്തിലൊക്കെ ഒരു ക്ലാരിറ്റി തന്നു, ബലം തന്നു, ധൈര്യം തന്നു. പിന്നെ ഇവിടെ ആയിരിക്കുന്നത് എനിക്ക് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് ചർച്ച ഉള്ളതുകൊണ്ടും സന്ധ്യപോരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഏകദേശം 3-4 മാസമായി, 3-4.5 മാസമായി ഇവിടെ വന്നിട്ട്. എങ്കിലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എല്ലാറ്റിനുമായിട്ട് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദിയുള്ളവനാണ്. എക്സാം 8-ാം തീയതിയാണ് എൻ്റെ ഈ വെള്ളിയാഴ്ച. അപ്പോൾ അതിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പലരും പ്രാർത്ഥിക്കേണ്ടത് ചർച്ചിലും ഒക്കെ അവര് പറഞ്ഞു. പക്ഷെ ഇനി നമ്മള് ഇപ്പൊ വേറെ പറഞ്ഞ പോലെ നമുക്കുടെ ആഗ്രഹം, ദൈവത്തിന്റെ ആഗ്രഹം എന്താന്ന് നമുക്ക് അറിയില്ലാത്ത കേസിൽ ദൈവത്തിന്റെ ഹിതം നടക്കണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അതിനായിട്ട് ഞാൻ ഇവിടെ ആയിരിക്കാൻ തക്കോണം ദൈവാനുവേശനായിട്ട് നന്ദി പറയുന്നു. Previously, before in the message that Daddy has spoken,
ഡാഡി സംസാരിച്ച സന്ദേശത്തിൽ he had been speaking about sorrows, trials, sorrows and trials. ദുഃഖങ്ങളെ കുറിച്ചും പ്രതിസന്ധികളെ കുറിച്ചും ഡാഡി പറഞ്ഞു. There is a really good side that the Lord has when it comes to trials and temptations. പരിശോധനകളും പ്രതിസന്ധികളൊക്കെ പ്രലോഭനങ്ങളൊക്കെ വരുമ്പോൾ A very good example of when a lot of the trials in the Bible have been recorded പല പ്രതിസന്ധികളും പരിശോധനകളൊക്കെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. has come in Acts chapter 7. അപ്പോസ്തലർ 7-ാം അധ്യായത്തില് Acts chapter 7. അപ്പോസ്തലർ 7-ാം അധ്യായം. This sermon, or what should I say, defense, has been presented by Stephen before all the Pharisees. ഫരിസന്മാർക്ക് മുമ്പാകെ തന്റെ ഡിഫൻസ് പറയുന്ന, പ്രതിരോധം പറയുന്ന ഒരു സന്ദേശമാണ്, പ്രസംഗമാണ് അവരോട് പറയുന്നത്. Due to the lack of time, I'll just look at one example that Stephen has given. സമയക്കുറവുകൊണ്ട് ഞാൻ സ്തെഫാനോസ് പറഞ്ഞ ഒരു ഉദാഹരണം എടുത്ത് പറയാം. If we look at the life of Joseph over here, യോസഫിന്റെ ജീവിതം നമ്മളിവിടെ നോക്കുമ്പോൾ from before, yes, verse 9. 9-ാമത്തെ വാക്യം, The patriarchs became jealous of Joseph and sold him into Egypt. ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞു. Now, this is an instance of a trial that happened against Joseph. ഇത് യോസഫിനെതിരായിട്ട് നടന്ന ഒരു പ്രതിസന്ധിയുടെ ഉദാഹരണമാണ്. Like Daddy said, this was an instance which Joseph could not control. ഡാഡി പറഞ്ഞതുപോലെ യോസഫിനെ നിയന്ത്രിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു, പരിശോധനയായിരുന്നു. But even though this was a trial, in verse number 9, ഈ പരിശോധന ഇത് നമ്മുടെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. we can see in verses 11 to 16 how this worked out for the good of Joseph and his whole family, including Jacob, the rest of Jacob's sons, and the whole of Israel after that. 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലെല്ലാം യാക്കോബിന്റെ സന്താനങ്ങൾക്കും എല്ലാം ഈ പ്രതിസന്ധി എങ്ങനെ ഗുണമായി തീർന്നു എന്നുള്ളൊരു കാര്യം നാം വായിക്കുന്നു. There are a lot of examples that has been given by Stephen and also through the whole of the Bible. സ്തെഫാനോസ് പറയുന്നതും ബൈബിളിലെ മുഴുവനായിട്ടും പലവിധമായിട്ടുള്ള ഉദാഹരണങ്ങൾ നാം വായിക്കുന്നുണ്ട്. The defense of Stephen is just a condensation of how all of the sufferings of the patriarchs, of all the prophets, has been culminated until the day he was giving all this. സ്തെഫാനോസ് പറയുന്ന ആ ഒരു പ്രതിരോധ പ്രസംഗം എല്ലാ ഗോത്രപിതാക്കന്മാരെല്ലാം അനുഭവിച്ചു പോയിട്ടുള്ള പ്രതിസന്ധികളുടെയൊക്കെ ഒരു രത്നചുരുക്കമായിട്ട് നാം കാണുന്നു. This comes to show that there is a side in which the Lord wants to work all of these trials and temptations for our good. ഈ പരിശോധനകളെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് ദൈവം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നാം കാണുന്നു. If we love Him and are called according to His purpose. കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, അവിടുത്തെ നിർണയപ്രകാരം നാം വിളിക്കപ്പെട്ടവരാണെങ്കിൽ, May the Lord help us all. കർത്താവ് നമ്മളെ സഹായിക്കും. സ്തോത്രം. കേൾപ്പിച്ച എല്ലാ നല്ല വചനങ്ങൾക്കായിട്ട് സ്തോത്രം. എന്നെ ഒന്ന് നോക്കാൻ കാണാനും ഒക്കെ കണ്ണാടിയാണല്ലോ നമ്മുടെ ഈ ദൈവവചനം എന്നുള്ളത്. ഇന്ന് ഞാൻ വായിച്ച പ്രവർത്തൻ്റെ 34-ാമത്തെ വാക്യം സഹോദരൻ ഇവിടെ പറഞ്ഞു. കാരണം ഇന്ന് 3-ാമത്തെ ദിവസം 3-ാമത്തെ ചാപ്റ്റർ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ യാക്കോബിന്റെ ലേഖനം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അത് നല്ലതല്ല എന്ന് ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക് ഈസ് ഡെഡ് 2:26 പറയുന്നുണ്ട്. ഇന്ന് സഹോദരന വായിച്ചത് യാക്കോബിന്റെ ലേഖനം 1:2, 3, 4 വാക്യങ്ങളാണ് വായിച്ചത്. ഇതിനകത്ത് ടെസ്റ്റിംഗ് ഓഫ് യുവർ ഫെയ്ത്ത് ഇറ്റ് പ്രൊഡ്യൂസസ് പേഷ്യൻസ്. പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പറയുന്നത് സ്ഥിരത. അതിന് എൻഡുറൻസ് എന്നൊരു
എൻഡുറൻസ്. ഞങ്ങളുടെ പട്ടാളത്തിൽ ഒരു 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 സംഗതി ഇതുണ്ട്. എൻഡുറൻസ് എന്ന് പറഞ്ഞാൽ നിലനിൽപ്പെന്നാണ്. ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ മനസ്സിലാക്കിയത്, ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ഒരു എയർക്രാഫ്റ്റ് ഇവിടുന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ എത്ര നേരം അന്തരീക്ഷത്തിൽ നിൽക്കും. അത് അങ്ങനെ ഞാൻ അങ്ങനെ എടുക്കാനാ ആഗ്രഹിക്കുന്നതും ഞാൻ അങ്ങനെ തന്നെ എടുക്കുന്നുള്ളൂ. അത് ഞാൻ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു റിപ്പറ്റീഷനാണ്. പിന്നെ let the patience have his perfect work, that you may be perfect and complete, lacking nothing. ഇതിനകത്ത് നമുക്ക് ലാക്കിംഗ് നത്തിങ് എവിടെയാ സഹോദര പറയുന്നത്? ഇഫ് യു കീപ് ഓൾ ദ കമാൻഡ്മെന്റ് ആൻഡ് സ്റ്റംബിൾ ഇൻ വൺ പോയിന്റ്, യു ആർ ഗിൽറ്റി ഓഫ് ബ്രേക്കിംഗ് ഓൾ ദ കമാൻഡ്മെന്റ്. അത് ഇതിനകത്താണോ? ആ, ഓക്കെ, അത് ഇതിനകത്ത് തന്നെ. ഇത് ഈ അപ്പോസ്തലന്റേതായ ഈ യാക്കോബിന്റെ കർത്താവിന്റെ അർത്ഥ സഹോദരനാണ് ഈ സഹോദരനത് പറയുകയും ചെയ്തു. ഞാനിത് ഈയിടെ ഒരു മെസ്സേജിനകത്ത് എനിക്ക് അത് കേൾക്കുകയും ചെയ്തത്. യേശു ക്രിസ്തുവിന്റെ സഹോദരൻ എന്നല്ല പറഞ്ഞത്, ജെയിംസ് എ ബോൺ സർവന്റ് ഓഫ് ഗോഡ്. സഹോദരൻ അത് ടച്ച് ചെയ്ത് പോയി. ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എത്ര താഴ്മയോടുകൂടിയാണ് താൻ അത് പറഞ്ഞത്. ബോൺ സർവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാതൊരു സ്വാതന്ത്ര്യമില്ല ആ മനുഷ്യൻ. കർത്താവ് ഇതിനോട് അനുമതി ഞാനൊരു വാക്യം കൂടെ വായിച്ച് ഞാൻ എളുപ്പം ഇവിടെ നോക്കാം. കൊളോസ്യൻ 1:24. Now I rejoice in my suffering for you and fill up in my flesh what is lacking in the affliction of Christ for the sake of his body, which is the church. ഇത് എൻ്റെ ജീവിതത്തിൽ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് വായിച്ചത്. ഇത് പണ്ടൊരിക്കൽ നമ്മുടെ പിന്നെ ജേക്കബ് അങ്കിൾ ഒരു ദിവസം ഇത് വായിച്ചതാണ്. ഞാനത് പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ദൈവം ലഭിച്ചവൻ എന്ന് പറയുന്നത് നമ്മള് കേട്ടത് യാക്കോബിന്റെ 1:1-4 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മള് ജീവിതത്തിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവം കുറെ പരീക്ഷണങ്ങളും അത് നമുക്ക് തരും. അത് നമ്മളതെല്ലാം നേരിടുന്നത് സന്തോഷമായി നമ്മൾ നേരിടണമെന്നാണ് നമ്മൾ കേട്ടത്. ഇത് ഈ പരീക്ഷകൾക്ക് നമുക്ക് തരുന്നത് നമ്മുടെ വിശ്വാസവും നമ്മുടെ സഹിഷ്ണുതയും കൂട്ടാൻ വേണ്ടിയാണ്. ഈ കുറെ പരീക്ഷണങ്ങൾ നമുക്ക് നേരിടുമ്പോൾ നമ്മള് സ്വതവേ ഒരു മനുഷ്യനായിരിക്കും, നമ്മള് ദുഃഖം ഉണ്ടാകും. എന്താ എനിക്ക് മാത്രം ഇങ്ങനെ ദൈവം ഇങ്ങനെ പരീക്ഷണങ്ങൾ തരുന്നത്? അതില് നമുക്ക് പരീക്ഷണങ്ങൾ തരുന്നത് ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. നമ്മളെ കൊണ്ടൊരു വലിയ ലക്ഷ്യം ദൈവസ്ഥാനത്തിനുണ്ട്. ആ ഒരു പരീക്ഷണങ്ങളാണ് നമ്മളെ ദൈവം വളർത്തുന്നത്. നമ്മളുടെ വിശ്വാസവും സഹിഷ്ണുതയും പടിയായി ശക്തമാക്കുന്നു. വിശ്വാസികളായ ആത്മീകമായി ഉറപ്പുള്ളവരെയും ഈ പരീക്ഷണം നമ്മളെ സഹായിക്കുന്നു. ഇപ്പൊ നമ്മള് ഒരു കഷ്ടതകൾ അനുഭവിക്കുകയാണെങ്കിൽ അത് ഫ്യൂച്ചറിൽ നമുക്കൊരു അനുഗ്രഹമായി തീരാൻ വേണ്ടിയാണ് ദൈവം നമ്മൾക്ക് ഇത് കഷ്ടതകൾ നമുക്ക് തരുന്നത്. ഇതെല്ലാം നമ്മള് ആ ഒരു വിശ്വാസത്തിലൂടെ വേണ്ടിയാണ് കാണേണ്ടതെന്നാണ് ഇന്ന്. നമുക്ക് എത്ര പരീക്ഷണവും കഷ്ടതകളും നമ്മൾ വന്നാലും നമ്മളെ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരുന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ ആ ഒരു ഫ്യൂച്ചറിലോട്ട് നമ്മളെ അനുഗ്രഹിക്കും എന്നാണ് എനിക്കിന്ന് മനസ്സിലായത്.